നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആന്തരികമായിട്ടുള്ള പരിവർത്തനം കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ നമ്മുടെ കറിക്കുലം ആ രീതിയിൽ നമുക്ക് പുനഃപരിശോധിച്ചൂടെ, റീഡിഫൈൻ ചെയ്തൂടെ എന്നൊന്ന് ചിന്തിക്കാം. അതിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും ഡീൽ ചെയ്യുമ്പോൾ അതിൽ വാല്യൂസ് കൊണ്ടുവരിക എന്നൊരു ചെറിയ എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറയുണ്ടായി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്ട്രെസ് മാനേജ്മെന്റ്. എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. നമ്മൾ സ്ട്രെസ് വന്നതിന് ശേഷം സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടി പോകും. സ്ട്രെസ് ഒരു പരിധി കിടക്കുമ്പോൾ ചിലപ്പോൾ വെക്കേഷനിൽ പോകുന്നു, ലീവ് എടുക്കുന്നു, പിന്നെ നമ്മുടെ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ കാണുന്നു, വിഷമങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ കൗൺസിലറെ കാണിക്കുന്നു, ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു, പള്ളികളിൽ പോകുന്നു. ഇതെല്ലാം നടക്കാതെയാകുമ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയാണ്, ഒരു സ്പിരിച്വൽ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഒരു ഗുരുവിനെ കാണാൻ പോകും. അദ്ദേഹം ഒരു മാജിക് പോലെ നമ്മുടെ ഈ വിഷമൊക്കെ മാറ്റിത്തരും എന്നാണ് വിചാരിക്കുന്നത്. സഹജമാർഗത്തിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. 2-3 ദിവസം മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ സ്ട്രെസ് പോയിട്ടുണ്ടാവും, പിന്നെ അവരെ കാണുകയില്ല, വരികയില്ല. പിന്നെ അടുത്ത സ്ട്രെസ് വരുമ്പോൾ, ഇതേ വിഷമം വരുമ്പോൾ തിരിച്ചു വരും. ചിലപ്പോൾ വിഷമം മാറില്ല, മെഡിറ്റേഷൻ ചെയ്താലും. എന്തിന് മെഡിറ്റേഷൻ വലിയ കാര്യമില്ല. എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന മനോവിഷമങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് മാറും. നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ടേ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ള തത്വം ഇതിന് ബാധകമല്ലേ. ഞാൻ ഒരു ദിവസം ജിംനേഷ്യത്തിൽ പോയി, എനിക്കും മസിലൊന്നും ഡെവലപ്പ് ചെയ്തില്ല, അതിനൊരു കാര്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ 2 ദിവസമൊക്കെ ക്ലാസ്സിൽ പോയി, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ സ്കൂളിൽ ഇനി പോകുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്, പ്രാക്ടീസാണ്. നമ്മുടെ ഉള്ളിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ മാറ്റങ്ങളെ നിരീക്ഷിക്കുക, നമ്മൾ സെൽഫ് കറക്റ്റ് ചെയ്യുക. ആ നിരീക്ഷിക്കാനുള്ള കഴിവ് ആണ് ശരിക്കും സാധനയുടെ, സ്പിരിച്വൽ സാധനയുടെ നമുക്ക് ഉണ്ടാവുന്നത്. ഒബ്സർവേഷൻ, സ്വയം ഒബ്സർവ് ചെയ്യുക.
എന്നിട്ട് എപ്പോഴാണ് ഈ സ്ട്രെസ് മുള പൊട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് കൂടുതൽ കൂടുതൽ വേഗതയിൽ സാധിക്കാൻ തുടങ്ങും. അതിനുള്ള കഴിവ് നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യും. അതാണ് ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതിന്റെ തുടക്കം ഉള്ളിൽ അതിന്റെ സിഗ്നൽസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അതൊരു ഇൻറ്റ്യൂഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ നമുക്ക് കാര്യങ്ങളെ തടുക്കാൻ സാധിക്കും, പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതിനേക്കാളും ഉപരി കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെസ് ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് നമുക്ക് ഉയരാനും സാധിക്കും. ആ ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി, പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള മാസ്റ്ററി, സ്ട്രെസ് നമുക്ക് പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ ജീവിതത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അതിന്റെ നടുവിലൊക്കെ ബാലൻസ്ഡ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരാളായിട്ട് മാറും. ഈ തരത്തിലുള്ള കുട്ടികളെ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ ഇതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാമിനേഷനിൽ ചെല്ലുമ്പോൾ പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും, നല്ല മാർക്ക് കിട്ടും. പക്ഷെ അതിന്റെ പുറകിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് അതെങ്ങനെ ഉണ്ടായിരുന്നു അത് അറിയാൻ പറ്റും ചിലപ്പോൾ എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും. എക്സാമിന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ കുട്ടി പോയിട്ട് ആത്മഹത്യ, അമ്മ പോയി ആത്മഹത്യ ചെയ്തൊക്കെ കാണാം. കാരണം അവർ പ്രതീക്ഷിച്ച ഫലം ഇല്ല, എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടി ട്രീറ്റ്മെന്റ് എത്ര പേര് എടുക്കുന്നു? ഇപ്പൊ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. പിന്നെ ഷെയർ ചെയ്യുന്നില്ല, ആരുമായിട്ട് ഇടപെടാതെ സ്വന്തം ഇരുന്നിട്ട് ഒരു ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് പരീക്ഷ പാസ്സാവും. വേറെ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ ഒരു ഹാപ്പിനെസ് ഇല്ല, ജോയ് ഇല്ല. അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ ഒരിക്കലും ഒരു സന്തോഷവും ഇല്ലാതെ സമാധാനം ഇല്ലാത്ത ഒരു വ്യക്തി പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണല്ലോ ജീവിതത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാവുക? അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത് മീൻസ് ആണ് എൻസിനേക്കാൾ പ്രധാനം, മാർഗമാണ് കൂടുതൽ പ്രധാനം. മാർഗം സമാധാനവും ശാന്തിയും സ്നേഹം നിറഞ്ഞതാണെങ്കിൽ മാത്രമേ സ്നേഹവും സമാധാനവും സന്തോഷമൊക്കെ ഉള്ള ഒരു മനുഷ്യനും അതുപോലെ ലോകവും ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇപ്പൊ കുട്ടികള് ഈ പ്രോസസ്സിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഫൈനലായിട്ട് എങ്ങനെയാണ് അവര് ഈ എക്സാം സമയത്ത് അവരുടെ പ്രസൻസ് എങ്ങനെയാണ് അവർ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്തത്, എങ്ങനെയാണ് അവർ ഷെയർ ചെയ്തത്, ഇതാണ് ശരിക്കും പ്രധാനം. ഒരു ചെറിയൊരു കഥ പറയാം, സ്കൂളിൽ പഠിച്ചതാണ്. ഒരു രാജ്യത്തിന് വളരെ വളരെ വിവേകബോധമുള്ള അറിവുള്ളൊരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പ്രായമായി, റിട്ടയർ ചെയ്യാൻ സമയമായി. അപ്പൊ അതേ രാജാവിനോട് ഇടയ്ക്കടി പറയും, എനിക്ക് റിട്ടയർമെന്റ് സമയമായി, എനിക്ക് റിട്ടയർ ചെയ്യാൻ എന്നെ അനുവദിക്കണം. അപ്പൊ രാജാവ് അവസാനം പറഞ്ഞു, നിന്നെ പോലെ ഒരാളെ കണ്ടെത്തിയിട്ട് നീ റിട്ടയർ ചെയ്തോളം പറഞ്ഞു. ആ മന്ത്രി രാജ്യത്തിൽ മുഴുവൻ വിളംബരം നടത്തി, ഒരു വേക്കൻസി ഉണ്ട്, ഒരു നല്ലൊരു യോഗ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് വിളംബരം ചെയ്തു. അപ്പൊ കുറേ ആൾക്കാർ അപേക്ഷ നൽകി. ഒരുപാട് എന്ന് പറഞ്ഞാൽ 500 എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പൊ എങ്ങനെയാ ഇത് സെലക്ട് ചെയ്യുക, സ്ക്രീൻ ചെയ്യുക? ആ മന്ത്രി എന്താ ചെയ്തതെന്ന്, ഒരു വലിയൊരു മാൻഷൻ, വലിയൊരു കൊട്ടാരം തന്നെ അവർക്ക് വേണ്ടിയിട്ട് നൽകി. അവരെ അവിടെ താമസിപ്പിച്ചു. ഒരാഴ്ചത്തെ ഒബ്സർവേഷൻ, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവരുടെ അറിവ്, അതൊക്കെ മനസ്സിലാക്കാനായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാൻ ആൾക്കാരെ വെച്ചു. അപ്പൊ എല്ലാവരും വളരെ നന്നായിട്ട് പെരുമാറുന്നു. രാവിലെ കുളിക്കുന്നു, ഡ്രസ്സ് ഇടുന്നു, എല്ലാം ചിരിച്ചിട്ട് പെരുമാറുന്നു, വേസ്റ്റ് ഒക്കെ പറക്കി കളയുന്നു, സേവനം നടത്തുന്നു, എല്ലാം ഭയങ്കര നല്ലതാണ്. ഇതിൽ വേർതിരിച്ച് അറിയാനേ പറ്റുന്നില്ല, ഇതിൽ ആരാ നല്ലത് മനസ്സിലാവാനേ പറ്റുന്നില്ല. ഇന്റർവ്യൂ ദിവസത്തിന്റെ രാവിലെ എല്ലാവരും ഇന്റർവ്യൂ സ്ഥലത്തേക്ക് പോകും, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാജ്യം ഇതിലേക്ക് പോവാണ്, രാജാവിനെ കണ്ട അടുത്തേക്ക് പോവാം, മന്ത്രിയെ കാണാൻ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു കാളവണ്ടിക്കാരൻ വഴിയില് ചക്രം ചളിയിൽ പൂണ്ടിട്ട് നിൽക്കുകയാണ്, മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാളവണ്ടിക്കാരൻ പോയത്തിനോട് പറഞ്ഞു, ഈ ചക്രം ഒന്ന് പൊന്തിച്ചാൽ എനിക്കൊന്ന് മാർക്കറ്റിൽ പോകണം. ചെറുപ്പക്കാരെ, ഞങ്ങള് തിരക്കിലാണ്, ഞാൻ ചളിയൊക്കെ ഡ്രസ്സൊക്കെ ചളിയാവും എന്നുകൊണ്ട് അവരൊക്കെ വേഗമേം പോയി. ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, എന്താ അമ്മാവ പറ്റിയത്, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ചക്രം ചളിന്ന് പുറത്തേക്ക് തന്റെ തോള് വെച്ചിട്ട് ചക്രം പൊന്തിച്ചു, ഡ്രസ്സൊക്കെ ചളിയായി. ഇപ്പോ കാളവണ്ടിക്കാരൻ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ ദിവസം പോയാലോ, ഇന്റർവ്യൂവിന് ലേറ്റ് ആവുമെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ട് എങ്ങനെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോവാ? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതൊന്നും സാരില്ല,
അതല്ല പ്രധാനം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണ്ടേ, അതല്ലേ പ്രധാനം. എനിക്ക് ഇനി അവസരങ്ങൾ വരും, ഏതായാലും ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി. രാജകൊട്ടാരത്തിൽ എത്തിയപ്പോ, രാജ ദർബാറിൽ എത്തിയപ്പോ മന്ത്രി അവിടെ നിൽക്കുന്നത്. മന്ത്രി എണീറ്റ് നിന്നിട്ട് പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. മന്ത്രി പറയാണ്, ഞാൻ ഒരു കാളവണ്ടിക്കാരനായിട്ട് വഴിയിൽ നിന്നു ഇവരെ പരീക്ഷിക്കാനായിട്ട്. ഒരു ചെറുപ്പക്കാരൻ മാത്രമേ സഹായിക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ ഏതോ ഒരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം മറക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഒരു മന്ത്രിയാക്കാൻ സാധിക്കുക? അപ്പൊ ഈ ചെറുപ്പക്കാരാണ് മന്ത്രി. ഇതാണ് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടത്. നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മീൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കഴിവുകൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിച്ചത്, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, നമ്മൾ കെയറിങ് ആയിരുന്നു, കൈൻഡ് ആയിരുന്നു, അതെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. എക്സാമിനേഷന് പോകുമ്പോൾ, എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ മുമ്പേയുള്ള പെരുമാറ്റം, ടീച്ചേഴ്സായിട്ട് പെരുമാറ്റം, എക്സാമിന് മുമ്പേ ഉള്ള അറ്റൻഡൻസ്, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചിട്ട് വേണം കുട്ടികൾക്ക് മാർക്കിടാൻ. അങ്ങനെയുള്ള കുട്ടികളാണ്, അതിൽ നല്ല നല്ല കുട്ടികൾ ഇതിന്റെ ഇടയിൽ നിന്നും മിസ് ചെയ്തു പോകരുത്. മറ്റുള്ളവർക്കും വളരാൻ അവസരങ്ങൾ ലഭിക്കണം, അവർക്ക് മാതൃകയായിട്ട് ഇവരും ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരികയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സമൂഹം, മനുഷ്യ സമൂഹം ഉണ്ടാവില്ലേ? ഇതിനെക്കുറിച്ചിട്ട് എല്ലാവരും ഒന്നുകൂടി ഇൻട്രോസ്പെക്ട് ചെയ്യൂ. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.